ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് വെൽഡിംഗ് ജനറേറ്ററാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല ടൈപ്പ് വെൽഡിംഗ് ജോയിൻറ്റുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വെൽഡിംഗ് ജനറേറ്ററിനെ കുറിച്ചാണ്. ഇപ്പോൾ വെൽഡിംഗ് ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതൊരു DC ജനറേറ്ററാണ്. DC ജനറേറ്റർ നമുക്കറിയാം പല ടൈപ്പ് ജനറേറ്റേഴ്സ് ഉണ്ട്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ ഉണ്ട്, സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ സെൽഫ് എക്സൈറ്റഡിൽ സീരീസ് ജനറേറ്റർ ഉണ്ട്, ഷണ്ട് ജനറേറ്റർ ഉണ്ട്, കോമ്പൗണ്ട് ജനറേറ്റർ ഉണ്ട്. അപ്പോൾ അതിൽ കോമ്പൗണ്ട് ജനറേറ്ററിൽ 2 ടൈപ്പ് ജനറേറ്റർ ഉണ്ട്. അതായത് ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡും ഉണ്ട്, അതുപോലെ കുമുലേറ്റീവ്ലി കോമ്പൗണ്ടഡും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വെൽഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ് DC ജനറേറ്ററാണ്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ഒരു വെൽഡിംഗ് ജനറേറ്ററായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ് DC ജനറേറ്ററാണ്. അപ്പോൾ ഇതിനകത്തെ ഫസ്റ്റ് പോയിൻ്റ് തന്നെ നമ്മളതാണ് കൊടുത്തിട്ടുള്ളത്. എ ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ് DC ജനറേറ്റർ ഈസ് യൂസ്ഡ് ആസ് വെൽഡിംഗ് ജനറേറ്റർ. അതായത് ഒരു വെൽഡിംഗ് ജനറേറ്ററായിട്ട് ഉപയോഗിക്കുന്നത് ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ് ആയിട്ടുള്ള DC ജനറേറ്ററാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെൽഡിംഗ് ജനറേറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആദ്യം അതിൻ്റെ ഡയഗ്രം വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പം എന്താണ് വെൽഡിംഗ് ജനറേറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ് ആയിട്ടുള്ള DC ജനറേറ്ററാണ് നമ്മൾ വെൽഡിംഗ് ജനറേറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമ്മളതിൻ്റെ ഡയഗ്രം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കാം. അപ്പം നമ്മൾ ഡയഗ്രം വരയ്ക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഡയഗ്രമാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു DC ജനറേറ്റർ ആണെന്നുള്ളത് മനസ്സിലാവും. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇതാണ് ഇതിൻ്റെ ആർമേച്ചർ. പിന്നെ കോമ്പൗണ്ട് ജനറേറ്റർ ആയതുകൊണ്ട് തന്നെ 2 ടൈപ്പ് ഫീൽഡ് ഉണ്ടാവും. അതായത് സീരീസ് ഫീൽഡും ഉണ്ടാവും, ഷണ്ട് ഫീൽഡും ഉണ്ടാവും. അതാണ് കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോമ്പൗണ്ടിൽ സീരീസ് വൈൻഡിങ്ങും ഉണ്ടാവും, ഷണ്ട് വൈൻഡിങ്ങും ഉണ്ടാവും. ഇത് രണ്ടും കൂടി ചേർന്നതാണെന്ത്? കോമ്പൗണ്ട് ജനറേറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഷണ്ട് വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഷണ്ട് വൈൻഡിങ് എന്തായിരിക്കും? ഈ പിന്നെ ആർമേച്ചറുമായിട്ട് എന്തായിരിക്കും? പാരലലായിരിക്കും. ഓക്കെ, അതുപോലെ ഇതിലെ സീരീസ് വൈൻഡിങ് എന്ന് പറയുന്നത് ഈ വൈൻഡിങ് ആണ്. ഓക്കെ, ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഒരു ഷണ്ട് വൈൻഡിങ് ഉണ്ടാവും, ഒരു സീരീസ് വൈൻഡിങ്ങും ഉണ്ടാവും. അങ്ങനെയാണ് കോമ്പൗണ്ട് ജനറേറ്റർ ഉണ്ടാവുക. ഓക്കെ, പിന്നെ അതുപയോഗിച്ചിട്ട് നമ്മളിവിടെ വെൽഡ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു ഡയഗ്രാം അവിടെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ സൈഡിലൊരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പോളാണ്. ഓക്കെ, മാഗ്നറ്റിക് പോളാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഷണ്ട് വൈൻഡിങ്ങും ഉണ്ടാവും, അതുപോലെ സീരീസ് വൈൻഡിങ്ങും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ് DC ജനറേറ്ററിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ഷണ്ട് വൈൻഡിങ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും, ഒരു ഫ്ലെക്സ് ഉണ്ടാക്കും, മാഗ്നറ്റിക് ഫ്ലെക്സ് ഉണ്ടാക്കും. അതുപോലെ സീരീസ് വൈൻഡിങ്ങും എന്തുണ്ടാക്കും? ഒരു മാഗ്നറ്റിക് ഫ്ലെക്സ് ഉണ്ടാക്കും. അപ്പോൾ ഈ ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ് DC ജനറേറ്ററിൽ ഈ ഷണ്ട് വൈൻഡിങ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സും സീരീസ് വൈൻഡിങ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സും തമ്മിൽ പരസ്പരം ഒപ്പോസ് ചെയ്യും. അതായത് ഷണ്ട് വൈൻഡിങ് ഉണ്ടാക്കുന്ന ഫ്ലക്സിനെ സീരീസ് വൈൻഡിങ് ഉണ്ടാക്കുന്ന ഫ്ലക്സ് ഒപ്പോസ് ചെയ്യും. നേരെ തിരിച്ചും ചെയ്യും. അതായത് സീരീസ് വൈൻഡിങ് ഉണ്ടാക്കുന്ന ഫ്ലക്സിനെ ഷണ്ട് വൈൻഡിങ് ഉണ്ടാക്കുന്ന ഫ്ലക്സ് എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും. അപ്പം 2 ഫ്ലക്സുകൾ തമ്മിൽ, സീരീസിലുണ്ടാകുന്ന ഫ്ലക്സും ഷണ്ടിലുണ്ടാകുന്ന ഫ്ലക്സും തമ്മിൽ പരസ്പരം ഒപ്പോസ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കണ്ടങ്ങൾ, ഒരു ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ് കൊടുത്തിട്ടുള്ളത്, ഇവിടെ കാണിച്ചു കണ്ടില്ലേ? ഓക്കെ, മറ്റേ ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? താഴോട്ടാണ് കാണിച്ചിട്ടുള്ളത്. കണ്ടോ? അപ്പോൾ ഷണ്ടിൻ്റെ ഫ്ലക്സ് താഴേക്ക് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഫീൽഡിൻ്റെ ഫ്ലക്സ് സീരീസിൻ്റെ ഫ്ലക്സ് എങ്ങോട്ടുണ്ടാവുക? മുകളിലേക്കാണ് ഉണ്ടാവുക.
ഓക്കെ, അതാണ് ഈ കോമ്പൗണ്ട്, ഈ ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ് ഡി സി ജനറേറ്ററിൻ്റെ പ്രത്യേകത. അതാണ് രണ്ട് ഫ്ലക്സും തമ്മിൽ ഒപ്പോസ് ചെയ്യും ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു കുമുലേറ്റീവ്ലി കോമ്പൗണ്ടഡ് എന്ന് പറഞ്ഞൊരു ഡി സി ജനറേറ്ററും കൂടി ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷണ്ട് വൈൻഡിങ്ങും സീരീസ് വൈൻഡിങ്ങും തമ്മിൽ പരസ്പരം എന്ത് ചെയ്യും, എയ്ഡ് ചെയ്യും, പരസ്പരം സഹായിക്കും. ഇവിടെ പരസ്പരം ഒപ്പോസ് ചെയ്യല്ലേ, അവിടെ പരസ്പരം സഹായിക്കും. ഇതിനെ കൂടെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഒരു ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ് ഡി സി ജനറേറ്ററിൽ ഷണ്ട് വൈൻഡിങ്ങിലുണ്ടാകുന്ന ഫ്ലക്സും സീരീസ് വൈൻഡിങ്ങിലുണ്ടാകുന്ന ഫ്ലക്സും തമ്മിൽ പരസ്പരം എന്ത് ചെയ്യും, ഒപ്പോസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒപ്പോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് വരച്ച് കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് എപ്പോഴും എന്തായിരിക്കും, ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. ഓക്കെ, എന്താണ് ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിങ്ങനെ രണ്ട് ഫ്ലെക്സുകളും തമ്മിൽ ഒപ്പോസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക. ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് നമ്മളിതിൻ്റെ വി ഐ ഗ്രാഫ്, വോൾട്ടേജും കറണ്ടും, വോൾട്ടേജ് നമ്മളിവിടെ വൈ ആക്സിസിൽ എടുത്തിട്ടുണ്ട്, കറണ്ട് നമ്മളിവിടെ എക്സ് ആക്സിസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കർവ് ഇങ്ങനെയാണ് ഉണ്ടാവുക, ഡ്രൂപ്പ് ചെയ്യും. ഓക്കെ, അതായത് നമ്മൾ ഒരു ഡ്രോപ്പ് ചെയ്യുന്ന താഴേക്ക് ഫോളോ ചെയ്യുന്ന രൂപത്തിലായിരിക്കും അതിൻ്റെ എന്തുണ്ടാവുക, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുക. ഇതിൻ്റെ പ്രത്യേകത എന്താണ്, നിങ്ങൾ നോക്കൂ, ഇവിടെ കറണ്ടാണ്, ലോഡ് കറണ്ടാണ്. ലോഡ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡിങ് കറണ്ടാണ്. ഇവിടെ ടെർമിനൽ വോൾട്ടേജാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ലോഡ് കറണ്ട് കൂടുന്നതിനനുസരിച്ച് ടെർമിനൽ വോൾട്ടേജ് എന്ത് ചെയ്യും, കുറയും. ക്ലിയർ ആവുണ്ടോ? ലോഡ് കറണ്ട് കൂടുന്നതിനനുസരിച്ച് ടെർമിനൽ വോൾട്ടേജ് കുറയും. നേരെ വിപരീതമായിട്ടും സംഭവിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ കാണിച്ചിട്ടുള്ള ജനറേറ്ററിൻ്റെ ഡയഗ്രാം വരയ്ക്കുക. അതോടൊപ്പം തന്നെ ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഡയഗ്രാം കൂടിയും അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, വരച്ച് വെക്കണം. ക്ലിയർ ആവുണ്ടല്ലോ? ഓക്കെ, ഈ ക്യാരക്ടറിസ്റ്റിക്സും കൂടി വരച്ച് വെച്ചാലേ നമുക്ക് ഫുൾ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എക്സാമിന്. ഓക്കെ, അപ്പോൾ ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ലോഡ് കറണ്ട് കൂടുമ്പം ടെർമിനൽ വോൾട്ടേജ് കുറയുക. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുക. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് നോട്ട് നോക്കാം. ഓക്കെ, നോട്ടിലെ ഫസ്റ്റ് പോയിൻ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എ ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ് ഡി സി ജനറേറ്റർ യൂസ്ഡ് ആസ് എ വെൽഡിംഗ് ജനറേറ്റർ എന്ന് പറഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റ്, ഇൻ ദിസ് ജനറേറ്റർ സീരീസ് ഫീൽഡ് ആൻഡ് ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ആർ wound on opposite directions so that their flexes oppose each other. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു സീരീസിലുണ്ടാവുന്ന ഫ്ലക്സും ഷണ്ടിലുണ്ടാവുന്ന ഫ്ലക്സും തമ്മിൽ പരസ്പരം എന്ത് ചെയ്യും, ഒപ്പോസ് ചെയ്യും. ഓക്കെ, അടുത്ത പോയിൻ്റ് ഉണ്ടോ, ദ നെറ്റ് ഫീൽഡ് ഫ്ലക്സ് ആൻഡ് ജനറേറ്റഡ് വോൾട്ടേജ് ആർ റെഡ്യൂസ്ഡ് ആസ് ലോഡ് കറണ്ട് ഇൻക്രീസ്. ഓക്കെ, അങ്ങനെ ആയതുകൊണ്ട് തന്നെ ലോഡ് കറണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റഡ് വോൾട്ടേജ് എന്താവും, റെഡ്യൂസ്ഡ് ആവും. ക്ലിയർ ആവുണ്ടോ? ഓക്കെ, അതിന് കാരണം ഈ രണ്ട് ഫ്ലക്സുകൾ തമ്മിൽ ഒപ്പോസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റ് നോക്കൂ. ദസ് ദ ജനറേറ്റർ ഹാസ് ഡ്രൂപ്പിംഗ് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ്. അതുകൊണ്ട് ഈ ജനറേറ്ററിന് ഒരു ഡ്രൂപ്പിംഗ് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, എന്താണ് ഡ്രൂപ്പിംഗ് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ബ്രാക്കറ്റിൽ കൊടുത്തത്. ദ ടെർമിനൽ വോൾട്ടേജ് ഓഫ് വെൽഡിംഗ് മെഷീൻ ഡിക്രീസസ് ആസ് ദ വെൽഡിംഗ് കറണ്ട് ഇൻക്രീസസ്. ഓക്കെ, അതായത് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ടെർമിനൽ വോൾട്ടേജ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, നേരെ തിരിച്ചും സംഭവിക്കും. അതായത് കറണ്ട് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ടെർമിനൽ വോൾട്ടേജ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതായത് കറണ്ടും ടെർമിനൽ വോൾട്ടേജും തമ്മിൽ എന്താണ് റിലേഷൻ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് വെൽഡിംഗ് ജനറേറ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ.